പ്രിയ പ്രേക്ഷകർക്ക് ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ഷാർജയിൽ വാഹനാപകടത്തിൽ 2 മലയാളികൾ മരിച്ചു. തിരുവനന്തപുരം സ്വദേശികളായ ജസീം, ഷനോജ്, ഷാജഹാൻ എന്നിവരാണ് മരിച്ചത്. ഒരു കുട്ടി ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഷാർജ ദെയ്ദ് റോഡിലാണ് അപകടമുണ്ടായത്. ന്യൂ ഇയർ അവധിയോടനുബന്ധിച്ച് ഫുജൈറയിലേക്ക് പോയ കുടുംബമാണ് അപകടത്തിൽപ്പെട്ടത്. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം യു ടേൺ എടുക്കുന്നതിനിടെ എതിരെ വന്ന വാഹനം ഇടിക്കുകയായിരുന്നുവെന്നാണ് സൂചന. ഒരു കുടുംബത്തിലെ 6 പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. ഇതിൽ 2 പേർ അപകട സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു. തിരുവനന്തപുരം സ്വദേശികളായ ജാസിം സുലൈമാൻ, സനോജ്, ഷാജഹാൻ എന്നിവരാണ് മരിച്ചത്. മരിച്ച ജസീമിന്റെ ഭാര്യ ഷിഫ്ന അബ്ദുൽ നസീർ, ജസീമിന്റെ 2 മക്കളായ ഇഷ, ആദം എന്നിവരും ജസീമിന്റെ മറ്റൊരു ബന്ധു ഹാഷി കടക്കലുമായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത്. ഇതിൽ ആദമിന് പ്രാഥമിക ശുശ്രൂഷ നൽകി ബന്ധുക്കളുടെ കൂടെ വിട്ടയച്ചു. മറ്റുള്ളവർ വിവിധ ആശുപത്രികളിൽ ഇപ്പോഴും ചികിത്സയിലാണ്. മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ഉടൻ നാട്ടിലെത്തിക്കുമെന്ന് നടപടിക്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അനന്തപുരി പ്രവാസി കൂട്ടായ്മയുടെ ഭാരവാഹികൾ അറിയിച്ചു. 24 ഷാർജ. വ്യക്തിഗത വസ്തുക്കളോ വാണിജ്യാവശ്യത്തിനുള്ള സാമ്പിളുകളോ സൗദിയിലേക്ക് കൊണ്ടുവരുമ്പോൾ കസ്റ്റംസ് തീരുവ ഒഴിവാക്കുന്നതിനുള്ള വ്യവസ്ഥകൾ പ്രസിദ്ധീകരിച്ചു. 5 നിബന്ധനകളാണുള്ളത്. ആദ്യമായി സൗദിയിലേക്ക് വരുന്ന പ്രവാസികളും 6 മാസത്തിൽ കൂടുതൽ വിദേശത്ത് താമസിച്ച ശേഷം തിരികെ വരുന്ന സൗദികൾക്കുമാണ് ഇളവിന് അർഹതയുള്ളത്. സൗദിയിലേക്ക് കൊണ്ടുവരുന്ന വ്യക്തിഗത വസ്തുക്കളുടെ ടാക്സ് ഒഴിവാക്കി കിട്ടാൻ 5 വ്യവസ്ഥകളാണുള്ളത്. 1. വസ്തുക്കൾ വ്യക്തിഗത ആവശ്യങ്ങൾക്കുള്ളതാകണം. 2. ഇളവിന് അർഹതയുള്ള സ്ഥലത്ത് നിന്ന് വരുന്നവരായിരിക്കണം. 3. വിദേശികൾ ആദ്യമായി സൗദിയിലേക്ക് വരുന്നവരാണെന്ന തെളിവ് ഹാജരാക്കണം. 4. അർഹതയുള്ള വ്യക്തി സൗദിയിലെത്തി 6 മാസത്തിനുള്ളിൽ വസ്തുക്കൾ സൗദിയിലെത്തണം. 5. ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ടവ വ്യക്തിഗത വസ്തുക്കളായി പരിഗണിക്കില്ല. 6 മാസത്തിൽ കൂടുതൽ വിദേശത്ത് താമസിച്ച് തിരിച്ചു വരുന്ന സൗദി പൗരന്മാരും ആദ്യമായി സൗദിയിലേക്ക് വരുന്ന പ്രവാസികളുമാണ് ഇളവിന് അർഹരായവർ. ഇവർ കൊണ്ടുവരുന്ന വ്യക്തിഗത വസ്തുക്കൾക്കും ഉപയോഗിച്ച വീട്ടുപകരണങ്ങൾക്കുമാണ് കസ്റ്റംസ് ഡ്യൂട്ടിയിൽ ഇളവ് നൽകുക. കച്ചവടാവശ്യത്തിനുള്ള സാമ്പിളുകളെ കസ്റ്റംസ് തീരുവയിൽ നിന്ന് ഒഴിവാക്കാനുള്ള നിബന്ധനകൾ ഇവയാണ്. 1. സാമ്പിളുകളുടെ മൂല്യം 5000 റിയാലിൽ കൂടാൻ പാടില്ല. 2. തീരുവ ഒഴിവാക്കി കിട്ടുന്നതിനുള്ള അപേക്ഷ സമർപ്പിക്കണം. 3. സാമ്പിളുകളുടെ അളവ് നിശ്ചിത എണ്ണത്തിൽ കൂടാൻ പാടില്ല. 4. വിൽപ്പനയ്ക്കുള്ള വസ്തുക്കളാകരുത്. 5. 6 മാസത്തിനിടയിൽ കസ്റ്റംസ് തീരുവയിൽ ഇളവ് ലഭിച്ച സാമ്പിളുകൾ ആകരുത്. പുതിയ നിയമപ്രകാരം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഡോക്യുമെന്റ്സിന്റെ ഗ്യാരണ്ടിയിൽ സാധനങ്ങൾ ക്ലിയർ ചെയ്യാനാകും. ക്ലിയറൻസ് കഴിഞ്ഞ് 30 ദിവസത്തിനകം കസ്റ്റംസ് ഡ്യൂട്ടി അടച്ചാൽ മതി. സക്കാത്ത് ടാക്സ് ആൻഡ് കസ്റ്റംസ് അതോറിറ്റി ഗവർണർ അംഗീകരിച്ച പുതിയ നിയന്ത്രണങ്ങളുടെ വിജ്ഞാപനം കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചു. 1 മാസത്തിന് ശേഷം നിയമം പ്രാബല്യത്തിൽ വരും. ജലീൽ കണമക്കലം, 24 ജിദ്ദ. ദുബായിൽ ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക്കിനുള്ള നിരോധനം നിലവിൽ വന്നു. ദുബായ് കിരീടാവകാശിയും UAE എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗവുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ റാഷിദ് അൽ മക്തൂമാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. പുതുവർഷത്തിൽ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ മാതൃകയ്ക്ക് കൂടി തുടക്കമിട്ടിരിക്കുകയാണ് ദുബായ്. ഇന്നു മുതൽ ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക്കുകൾക്ക് ദുബായിൽ നിരോധനം നിലവിലുണ്ടാകും. ദുബായ് കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഹിസൈനസ് ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. പരിസ്ഥിതി സൗഹൃദ നടപടികളുടെ ഭാഗമായി രാജ്യത്ത് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗവും വിപണിയും ഘട്ടം ഘട്ടമായി നിരോധിക്കാനുള്ള യുടെ തീരുമാനത്തിന്റെ ഭാഗമായാണ് നടപടി. നിയമം ലംഘിച്ചാൽ 200 ദിർഹം പിഴ ഈടാക്കും. 1 വർഷത്തിനിടെ നിയമലംഘനം ആവർത്തിച്ചാൽ ഓരോ തവണയും ഇരട്ടി പിഴ ഈടാക്കുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം മത്സ്യം, പച്ചക്കറികൾ, മാംസം, ധാന്യങ്ങൾ, പഴങ്ങൾ, റൊട്ടി, മാലിന്യസഞ്ചി, കയറ്റുമതി അല്ലെങ്കിൽ പുനർകയറ്റുമതി എന്നിവയ്ക്കായി ഉദ്ദേശിച്ചുള്ള ഉൽപ്പന്നങ്ങൾ എന്നിവ പാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന നേർത്ത ബാഗുകളുടെ റോളുകളെ നിരോധനത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. 24 ദുബായ്. സൗദി തൊഴിൽ മേഖലയിൽ പകുതിയോളം ജീവനക്കാർ ആഴ്ചയിൽ 40 മണിക്കൂറിലധികം ജോലി ചെയ്യുന്നതായി റിപ്പോർട്ട്. പല സ്ഥാപനങ്ങളിലും അധിക സമയം ജോലി ചെയ്യുന്നത് ജീവനക്കാർക്കിടയിൽ ആരോഗ്യ പ്രശ്നമുണ്ടാക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. സൗദി ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ 45.8% ജീവനക്കാരും ആഴ്ചയിൽ 40 മണിക്കൂറിലധികം ജോലി ചെയ്യുന്നുണ്ട്. ശരാശരി ജോലി സമയം പ്രതിദിനം 8 മണിക്കൂറാണ്. പല സ്ഥാപനങ്ങളിലും തൊഴിലാളികൾ അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം കൂടുതൽ സമയം നിന്ന് ജോലി ചെയ്യുന്നതാണ്. 28.21% തൊഴിലാളികൾ ദിവസം 4 മണിക്കൂറിൽ കൂടുതൽ നിന്ന് ജോലി ചെയ്യുന്നതായാണ് റിപ്പോർട്ട്. തുടർച്ചയായി 3 മണിക്കൂറിൽ കൂടുതൽ ഇരുന്ന് ജോലി ചെയ്യുന്നത് 28.15% പേരാണ്. ദീർഘനേരം തുടർച്ചയായി കൈകാലുകൾ ചലിപ്പിക്കേണ്ടി വരുന്നവർ 17.1% പേർ. 7.8% തൊഴിലാളികൾ നേരിട്ടോ അല്ലാതെയോ രാസവസ്തുക്കൾ, മെഡിക്കൽ മാലിന്യങ്ങൾ, വിഷവാതകങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യുന്നു.
അപകട സാധ്യത കൂടിയ വൈദ്യുതി, യന്ത്രസാമഗ്രികൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവർ 7.8% വരുമെന്നും റിപ്പോർട്ട് പറയുന്നു. 24 ജിദ്ദ. സൗദിയിൽ താമസ വാടക ഈജാർ ഓൺലൈൻ വഴിയാക്കുന്ന സംവിധാനം ഈ മാസം 15-ന് പ്രാബല്യത്തിൽ വരും. കെട്ടിട ഉടമകളുടെയും താമസക്കാരുടെയും സംരക്ഷണമാണ് പുതിയ നീക്കത്തിന് പിന്നിൽ. തവണകളായി വാടക അടയ്ക്കാനുള്ള സൗകര്യവും ലഭിക്കും. സൗദിയിലെ താമസ വാടകയുമായി ബന്ധപ്പെട്ട എല്ലാ പേയ്മെന്റുകളും ജനുവരി 15 മുതൽ ഈജാർ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴിയായിരിക്കണമെന്ന് റിയൽ എസ്റ്റേറ്റ് ജനറൽ അതോറിറ്റി നിർദ്ദേശിച്ചു. മട, സദാദ് തുടങ്ങിയ പേയ്മെന്റ് ചാനലുകൾ വഴി 153 എന്ന ബില്ലർ നമ്പറിലൂടെ പണമടക്കാം. ഈ ചാനലുകൾ വഴിയല്ലാത്ത വാടകകൾ അതോറിറ്റി പരിഗണിക്കില്ല. എല്ലാ പുതിയ താമസ വാടക കരാറുകളും ജനുവരി 15 മുതൽ ഈജാർ വഴിയായിരിക്കും. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി വാടക നൽകുന്നതോടെ ഇലക്ട്രോണിക് റെസീറ്റ് വൗച്ചർ ക്രമേണ നിർത്തലാക്കും. കെട്ടിടമുടമയുടെയും വാടകക്കാരുടെയും സുരക്ഷിതത്വം കണക്കിലെടുത്താണ് പുതിയ തീരുമാനം. അംഗീകൃത റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ വഴിയുള്ള കരാർ ഈജാറിൽ രജിസ്റ്റർ ചെയ്താണ് ഇടപാടുകൾ നടക്കേണ്ടത്. പണമടച്ച് 5 പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ വാടക കെട്ടിടമുടമയുടെ ബാങ്ക് അക്കൗണ്ടിലെത്തും. താമസ കേന്ദ്രങ്ങളിലെ പരിശോധന, കെട്ടിടങ്ങളുടെ സുരക്ഷിതത്വം, പതിവ് അറ്റകുറ്റപ്പണികൾ തുടങ്ങിയവയെല്ലാം ഈ സംവിധാനത്തിലൂടെ ഈജാർ ലക്ഷ്യമിടുന്നു. ഈ മേഖലയിലെ തട്ടിപ്പ് ഇല്ലാതാക്കാൻ പുതിയ നിയമം പ്രയോജനപ്പെടുന്നതിന് പുറമെ വാടകക്കാർക്ക് തവണകളായി വാടക നൽകാനും സാധിക്കും. എന്നാൽ വാണിജ്യ വാടക കരാറുകൾക്ക് ഈ നിയമം ഇപ്പോൾ ബാധകമല്ല. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. 200-ലേറെ അന്താരാഷ്ട്ര കമ്പനികൾ മേഖലാ ആസ്ഥാനം റിയാദിലേക്ക് മാറ്റി. സർക്കാർ കരാറുകൾ നിലനിർത്തുന്നതിന്റെ ഭാഗമായാണ് നീക്കം. മേഖലാ ആസ്ഥാനം സൗദിയിലേക്ക് മാറ്റിയ കമ്പനികൾക്ക് 30 വർഷത്തേക്കാണ് നികുതി ഇളവ്. സർക്കാർ കരാറുകൾ നേടാൻ ആഗ്രഹിക്കുന്ന വിദേശ കമ്പനികൾ തങ്ങളുടെ മേഖലാ ആസ്ഥാനം സൗദിയിലേക്ക് മാറ്റണമെന്ന് സൗദി വാണിജ്യ മന്ത്രാലയം നിർദ്ദേശിച്ചിരുന്നു. നിലവിൽ സർക്കാർ കരാറുകളുള്ള കമ്പനികൾക്ക് മേഖലാ ആസ്ഥാനം സൗദിയിലേക്ക് മാറ്റാനുള്ള സമയപരിധി കഴിഞ്ഞ ദിവസം അവസാനിക്കുകയും ചെയ്തു. ഇതിനകം 200-ലേറെ അന്താരാഷ്ട്ര കമ്പനികൾ മേഖലാ ആസ്ഥാനം സൗദിയിലേക്ക് മാറ്റി. ഊർജം, ടെക്നോളജി, ആരോഗ്യ സംരക്ഷണം, ഹോസ്പിറ്റാലിറ്റി തുടങ്ങിയ മേഖലകളിലുള്ള കമ്പനികൾ ഇതിൽപ്പെടും. യൂറോപ്പിലെ സ്നൈഡർ ഇലക്ട്രിക്, സീമെൻസ്, ഫിലിപ്സ്, എഗിസ് ഗ്രൂപ്പ്, അമേരിക്കയിലെ നോർത്തേൺ ട്രസ്റ്റ്, വൈറ്റ് ആൻഡ് കേസ്, പെപ്സിക്കോ, UK-യിൽ നിന്നുള്ള IHG ഹോട്ടൽ, PwC, ഡിലോയിറ്റ്, യൂണിലിവർ, ചൈനീസ് കമ്പനികളായ BGI, ഹുവായ്, ദാഹുവ ടെക്നോളജി തുടങ്ങിയവ മേഖലാ ആസ്ഥാനം റിയാദിലേക്ക് മാറ്റി. പുതിയ സർക്കാർ കരാറുകൾ ലഭിക്കാനും നിലവിലുള്ള കരാറുകൾ നിലനിർത്താനും വിദേശ കമ്പനികൾ മേഖലാ ആസ്ഥാനം സൗദിയിലേക്ക് മാറ്റണമെന്നായിരുന്നു വാണിജ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. ഇങ്ങനെ മാറ്റുന്ന കമ്പനികൾക്ക് 30 വർഷത്തേക്ക് കോർപ്പറേറ്റ് ഇൻകം ടാക്സ്, വിത്ത്ഹോൾഡ് ടാക്സ് എന്നിവ ഒഴിവാക്കി കൊടുക്കും. കൂടാതെ മറ്റു പല ആനുകൂല്യങ്ങളും മന്ത്രാലയം വാഗ്ദാനം ചെയ്തിരുന്നു. ദുബായിലും മറ്റും മേഖലാ ആസ്ഥാനമായുള്ള കൂടുതൽ കമ്പനികൾ വരും ദിവസങ്ങളിൽ മേഖലാ ആസ്ഥാനം റിയാദിലേക്ക് മാറ്റുമെന്നാണ് സൂചന. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. UAE-യിൽ സ്വദേശീവൽക്കരണത്തിന്റെ അടുത്ത ഘട്ടം പ്രാബല്യത്തിൽ. 20 മുതൽ 49 വരെ ജീവനക്കാരുള്ള ചെറുകിട സ്ഥാപനങ്ങളിൽ ഒരു സ്വദേശിയെ നിയമിക്കണമെന്നാണ് നിയമം. നിയമം പാലിക്കാത്തവർക്ക് 2025 ജനുവരിയിൽ 96,000 ദിർഹം പിഴ ഈടാക്കും. തൊട്ടടുത്ത വർഷം ഒരു സ്വദേശിയെ കൂടി നിയമിക്കണമെന്ന നിബന്ധനയിൽ വീഴ്ചയുണ്ടായാൽ 2026 ജനുവരിയിൽ 1,80,000 ദിർഹം പിഴ ചുമത്തിയും. നേരത്തെ 50-ൽ കൂടുതൽ ജീവനക്കാരുള്ള സ്ഥാപനങ്ങളിലായിരുന്നു സ്വദേശീവൽക്കരണം. ഖത്തറിലെ സ്ഥാപന ഉടമകൾ പോയ വർഷത്തെ ടാക്സ് റിട്ടേണുകൾ ഏപ്രിൽ 30-നകം അടയ്ക്കണമെന്ന് ജനറൽ ടാക്സ് അതോറിറ്റി. ഈ സമയപരിധിയിൽ അടച്ചില്ലെങ്കിൽ പിഴയടക്കം കനത്ത ശിക്ഷ അനുഭവിക്കേണ്ടി വരും. 2023 ഡിസംബർ 31 വരെയുള്ള കാലയളവിലെ ടാക്സ് റിട്ടേണുകൾ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധിയാണ് ജനറൽ ടാക്സ് അതോറിറ്റി ഇന്ന് പ്രഖ്യാപിച്ചത്. 2024 ജനുവരി 1 മുതൽ ഏപ്രിൽ 30 വരെയുള്ള സമയപരിധിക്കകം റിട്ടേൺ സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം. ഖത്തരി പങ്കാളിയുമായുള്ള സ്ഥാപനത്തിൽ വിദേശികളുടെ ലാഭവിഹിതത്തിന്റെ 10% നികുതിയായി അടക്കേണ്ടത്. രാജ്യത്തെ ഏതെങ്കിലും അംഗീകൃത ഓഡിറ്റിംഗ് സ്ഥാപനത്തിൽ നിന്നുള്ള ലാഭനഷ്ടങ്ങളുടെ വിശദമായ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷമാണ് ഈ തുക കണക്കാക്കുക. വാണിജ്യ ലൈസൻസോ രജിസ്ട്രേഷനോ ഉള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും ഇത് ബാധകമായിരിക്കും. 2023 ഡിസംബർ 31 അവസാനിച്ച സാമ്പത്തിക വർഷത്തെ ടാക്സ് റിട്ടേൺസ് ഏപ്രിൽ 30-നകം നിർബന്ധമായും സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അത് എല്ലാ കമ്പനികൾക്കും സബ്മിഷൻ നിർബന്ധമാണ്. അങ്ങനെ സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ 2024 മെയ് 1-ാം തീയതി മുതൽ ഓരോ ദിവസത്തേക്കും 500 റിയാൽ പെനാൽറ്റി അതിനോടുകൂടെ വരുന്നതാണ്. പിന്നീട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് പിഴകളും വരുന്നതാണ് എന്നുകൂടെ ഞങ്ങൾ അറിയിക്കുന്നു. വലിയ തുകയായിരിക്കും അങ്ങനെ വരുമ്പോൾ ആളുകൾ
ഇതുപോലെ പിഴയായിട്ട് അടക്കേണ്ടത്. ധരീബ.QA എന്ന വെബ്സൈറ്റ് വഴിയോ ധരീബ ആപ്ലിക്കേഷൻ വഴിയോ ടാക്സ് റിട്ടേൺ സമർപ്പിക്കാവുന്നതാണ്. പൂർണ്ണമായും ഖത്തരികളുടെയോ മറ്റു GCC പൗരന്മാരുടെയോ ഉടമസ്ഥതയിലുള്ളതോ കോർപ്പറേറ്റ് ആദായ നികുതിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതോ ഖത്തരി ഇതര പങ്കാളികൾ ഉള്ളതോ ആയ എല്ലാ സ്ഥാപനങ്ങളും നിർബന്ധമായും ഈ സമയപരിധിക്കകം വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണം. നികുതിദായകർക്കായുള്ള സേവന വിഭാഗം പൂർണ്ണ സജ്ജമാണെന്നും 16565 എന്ന നമ്പറിൽ കോൾ സെന്ററിൽ ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇമെയിൽ വഴിയോ സംരംഭകരുടെ സംശയങ്ങളും പ്രശ്നങ്ങളും അറിയിക്കാമെന്നും ജനറൽ ടാക്സ് അതോറിറ്റിയിലെ ടാക്സ് പേയേഴ്സ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് വിഭാഗം ഡയറക്ടർ ജാസിം മുഹമ്മദ് അൽ കരാനി അറിയിച്ചു. അൻവർ പാലേരി, 24 തോഹ. സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ രജിസ്റ്റർ ചെയ്ത രോഗികളുടെ ആരോഗ്യ വിവരങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കാൻ ഖത്തർ പൊതുജനാരോഗ്യ മന്ത്രാലയം രോഗനിർണയ പരിശോധനകൾ ഉൾപ്പെടെ ആവർത്തിക്കുന്നത് തടയുകയാണ് ലക്ഷ്യം. ഒരിക്കൽ നടത്തിയ രോഗനിർണയ പരിശോധനകൾ ഉടൻ തന്നെ വീണ്ടും നടത്തി രോഗികളുടെ പണവും സമയവും നഷ്ടപ്പെടുന്നത് തടയാൻ ലക്ഷ്യമാക്കിയാണ് പുതിയ പദ്ധതി നടപ്പാക്കുന്നതെന്ന് പൊതുജനാരോഗ്യ മന്ത്രാലയത്തിലെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് പ്രിവെൻഷൻ വിഭാഗം ഡയറക്ടർ ഷെയ്ഖ് ഡോക്ടർ മുഹമ്മദ് ബിൻ ഹമദ് അൽ താനി പറഞ്ഞു. ഒരിക്കൽ ഒരു മെഡിക്കൽ ടെസ്റ്റ് നടത്തിയാൽ ഉടൻ തന്നെ അത് ആവർത്തിക്കേണ്ട ആവശ്യമില്ലെന്നും രോഗികൾക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്നും ഖത്തർ റേഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം, പൊണ്ണത്തടി തുടങ്ങിയ പകർച്ചവ്യാധികളല്ലാത്ത അസുഖങ്ങൾക്ക് കൃത്യമായ രോഗനിർണയ പരിശോധനകൾ നടത്താൻ ആളുകളെ പ്രേരിപ്പിക്കുന്നുണ്ടെന്നും ഡോക്ടർ മുഹമ്മദ് ബിൻ ഹമദ് അൽ താനി പറഞ്ഞു. അതേസമയം രോഗികളുടെ കാത്തിരിപ്പ് സമയം കുറക്കാൻ വിവിധ പദ്ധതികളാണ് പ്രാഥമിക ആരോഗ്യ മന്ത്രാലയം സ്വീകരിച്ചു വരുന്നത്. ഇതോടൊപ്പം സ്വകാര്യ മേഖലയിലെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ മികച്ച ചികിത്സ ഉറപ്പുവരുത്താൻ തുടർച്ചയായ പരിശോധനകളും നടക്കുന്നുണ്ട്. രാജ്യത്തെ ജനവാസ കേന്ദ്രങ്ങളിൽ വിവിധയിടങ്ങളിലായി പ്രാഥമിക ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിൽ 31 പ്രൈമറി ഹെൽത്ത് സെന്ററുകളാണ് പ്രവർത്തിക്കുന്നത്. ഖത്തർ റെഡ് ക്രസന്റിന് കീഴിൽ തൊഴിലാളികൾക്കായി നടത്തുന്ന ഹെൽത്ത് സെന്ററുകൾ വഴി പ്രവാസികളായ തൊഴിലാളികൾക്ക് മികച്ച ചികിത്സയും നൽകി വരുന്നുണ്ട്. രാജ്യത്തെ സർക്കാർ ആശുപത്രികളിൽ 30,000 പേരും സ്വകാര്യ ആശുപത്രികളിൽ 20,000 ആരോഗ്യ പ്രവർത്തകരും ജോലി ചെയ്യുന്നുണ്ട്. അൻവർ പാലേരി, 24 തോഹ. ഖത്തറിലെ സർക്കാർ കിൻഡർഗാർട്ടനുകളിൽ ഈ വർഷം മുതൽ 3 വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്കും പ്രവേശനം അനുവദിക്കും. ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഇബ്രാഹിം സാലിഹ് അൽ നുവേമിയാണ് ഇക്കാര്യം അറിയിച്ചത്. കഴിഞ്ഞ വർഷം രാജ്യത്തെ 3 കിൻഡർഗാർട്ടനുകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ 3 വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്ക് പ്രവേശനം നൽകിയിരുന്നു. ഇത് വിജയിച്ചതിന് പിന്നാലെയാണ് എല്ലാ കിൻഡർഗാർട്ടനുകളിലും 3 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് പ്രവേശനം അനുവദിക്കാൻ തീരുമാനിച്ചത്. കുവൈറ്റിൽ സ്വകാര്യ മേഖലയിലെ ഫാർമസികൾക്ക് ലൈസൻസ് അനുവദിക്കുന്നത് താൽക്കാലികമായി നിർത്തി. ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ ആവാദി പ്രത്യേക ഉത്തരവിറക്കി. ഫാർമസികളുടെ പ്രവർത്തനം സംബന്ധിച്ച പഠന റിപ്പോർട്ട് പൂർത്തിയാകുന്നതുവരെ ലൈസൻസ് നൽകില്ല. ചില ഫാർമസികൾ സൈക്കോട്രോപിക് ഇനത്തിൽപ്പെട്ട മരുന്നുകൾ വിൽപ്പന നടത്തുന്നതിൽ ക്രമക്കേടുണ്ടെന്ന പരാതി ഉയർന്നിരുന്നു. ജുബൈയിൽ മലയാളി സമാജം പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് എബി ജോൺ ചെറുവക്കൽ അധ്യക്ഷനായി. രക്ഷാധികാരി TC ഷാജി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ സ്കൂൾ അധ്യാപകൻ സനിൽകുമാർ, നൂഹ് പാപ്പിനിശ്ശേരി, സാമൂഹ്യ പ്രവർത്തകരായ സലീം ആലപ്പുഴ, രാജേഷ് ആലപ്പുഴ എന്നിവർ പുതുവത്സരാശംസകൾ നേർന്നു. ബൈജു അഞ്ചൽ, നജീബ് വക്കം, റിയാസ് NP, റോബിൻസൺ, ഗിരീഷ്, സന്തോഷ്, സുരേഷ്, ആശ ബൈജു, റിയാസ് NP, നജ്മുന്നീസ, സരിത എന്നിവർ നവവത്സര ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. OICC സൈഹാത്ത് ഏരിയ കമ്മിറ്റി പുറത്തിറക്കുന്ന 2024 കലണ്ടർ KPCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VT ബൽറാം പ്രകാശനം ചെയ്തു. അൽ ഹസയിൽ നടന്ന ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി AK ഷാനിബ്, ഏരിയ കമ്മിറ്റി ഭാരവാഹികളായ രമേശൻ പാലക്കൽ, ഡിജോ ജോസഫ്, എബി അടൂർ, CT ശശി, അസീസ് കുറ്റ്യാടി തുടങ്ങിയവർ പങ്കെടുത്തു. ജനദ്രോഹ സർക്കാരുകൾക്കെതിരെ ജനപക്ഷത്ത് നിന്നുകൊണ്ടുള്ള പ്രക്ഷോഭ സമരപാതയിലാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവും UDFും എന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി OICC അൽഹസ ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു VT ബൽറാം. കേരളത്തിലെ വർഗീയ ഫാസിസ്റ്റ് അവിശുദ്ധ കൂട്ടുകെട്ട് 1980 തൊട്ട് ഇങ്ങോട്ട് കണ്ടുവരുന്നതാണെങ്കിലും വർത്തമാനകാലത്ത് അവർ തമ്മിലുള്ള അന്തർധാര വളരെ ശക്തമാണെന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം പറഞ്ഞു. OICC അൽഹസ ഏരിയ കമ്മിറ്റി ഉഫൂഫിൽ സംഘടിപ്പിച്ച ആരവം പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടാൻ അതാത് കാലഘട്ടങ്ങളിൽ കേന്ദ്രത്തിൽ വർഗീയ ഫാസിസ്റ്റുകളായ സംഘപരിവാർ സർക്കാരും കേരളത്തിൽ വർഗ ഫാസിസ്റ്റുകളായ CPM നേതൃത്വത്തിലുള്ള ഇടത് സർക്കാരും കാണിക്കുന്ന തന്ത്രങ്ങളാണ്
വർത്തമാനകാലത്ത് നാം കണ്ടുകൊണ്ടിരിക്കുന്നതെന്നും VT ബൽറാം പറഞ്ഞു. പ്രസിഡന്റ് ഫൈസൽ വാച്ചാക്കാലിന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനം OICC ദമാം റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് EK സലീം ഉദ്ഘാടനം ചെയ്തു. നവകേരള സദസ്സെന്ന ഓമന പേരിട്ട് കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെ നടത്തിയ നരനായാട്ട് യാത്ര കൊണ്ട് ഒരു ഫലവും ഉണ്ടായില്ലെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി AK ഷാനിബും ചൂണ്ടിക്കാട്ടി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 139ാമത് സ്ഥാപക ദിനവും ക്രിസ്മസ് ന്യൂ ഇയറും ആഘോഷമാക്കി അൽഹസ OICC അണിയിച്ചൊരുക്കിയ ആരവം 2023 വർണ്ണാഭമായ പരിപാടികൾ കൊണ്ടും ശ്രദ്ധേയമായി. ഹഫൂഫ് ഹോട്ടൽ കൺവെൻഷൻ സെന്ററിൽ സജ്ജമാക്കിയ ഉമ്മൻചാണ്ടി നഗറിൽ തിങ്ങി നിറഞ്ഞ സദസ്സിൽ വിവിധ പരിപാടികളിലായി 200-ലധികം കലാപ്രതിഭകൾ അവതരിപ്പിച്ച സംഗീത നൃത്യങ്ങൾ അരങ്ങേറി. വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് അഷ്റഫ് ഗസാൽ, ഷമീർ പനങ്ങാടൻ, അർഷദ് ദേശമംഗലം, ഷാഫി കുതിർ, നവാസ് കൊല്ലം, റഫീഖ് വയനാട്, റഷീദ് വരവൂർ, നിസാം വടക്കേക്കോണം, സബീന അഷ്റഫ്, റിഹാന നിസാം, ഷാനി ഓമശ്ശേരി, മൊയ്തു അടാടിയിൽ, അഫ്സൽ മേലേതിൽ, ലിജു വർഗീസ്, ഷിബു സുകുമാരൻ എന്നിവർ ആശംസകൾ നേർന്നു. അൽഹസ OICC ഏർപ്പെടുത്തിയ ഈ വർഷത്തെ ബിസിനസ് എക്സലൻസി അവാർഡ് ജേതാക്കളായ അബ്ദുൽ അസീസ് ഹാജി, ജോയൽ ജോമോൻ എന്നിവർക്കുള്ള പുരസ്കാരങ്ങൾ KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം സമ്മാനിച്ചു. ആതുര സേവന രംഗത്തെ മികച്ച പ്രവർത്തനങ്ങൾക്ക് ഹെഡ് നഴ്സ് ഷീജ ജോബിനെയും യുണൈറ്റഡ് നഴ്സ് അസോസിയേഷൻ അൽഹസ കോർഡിനേറ്റർ ഷീജോ മോൻ വർഗീസിനെയും ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. ജനറൽ സെക്രട്ടറി ഉമർ കോട്ടയിൽ സ്വാഗതവും ട്രഷറർ ഷീജ മോൻ വർഗീസ് നന്ദിയും പറഞ്ഞു. സുബൈറുദ്ദൂർ, 24 ദമാം. പുതുവത്സരാശംസകൾ നേർന്ന് കുവൈറ്റിലെ ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ ആദർ സ്വൈഗ. കുവൈറ്റ് ഭരണ നേതൃത്വത്തിനും ജനങ്ങൾക്കും ഇന്ത്യൻ സമൂഹത്തിനുമാണ് അദ്ദേഹം ആശംസകൾ നേർന്നത്. കുവൈറ്റ് ഇന്ത്യ ബന്ധം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. ക്രിസ്മസിനോടനുബന്ധിച്ച് ഓസ്ട്രേലിയയിലെ അഡ്ലെയ്ഡ് സെയിന്റ് അൽഫോൺസ ഫൊറോന പള്ളിയുടെ ആഭിമുഖ്യത്തിൽ പുൽക്കൂട് മത്സരം സംഘടിപ്പിച്ചു. ഇടവകയിലെ 10 യൂണിറ്റുകൾ മത്സരത്തിൽ പങ്കെടുത്തു. ഗലീലി വാർഡിനാണ് 1ാം സമ്മാനം. ആവെ മരിയ യൂണിറ്റ് 2ഉം അസീസി യൂണിറ്റ് 3ഉം സ്ഥാനത്തെത്തി. സെയിന്റ് അൽഫോൺസ ഫൊറോന വികാരി ഡോക്ടർ സിബി പുളിക്കൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. സൗദിയിലെ ഖമീസ് മുഷെയ്ത്ത് ടൗൺ KMCC ഗോൾ ഗാല 2023 സംഘടിപ്പിച്ചു. വിന്റർ സോക്കർ സെവൻസിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. കൂപ്പൺ നറുക്കെടുപ്പിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. സ്ത്രീകളും കുട്ടികളും അടക്കം ഖമീസിലെ രാഷ്ട്രീയ സാംസ്കാരിക മാധ്യമരംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. ബഷീർ മുനിയൂർ ഉദ്ഘാടനം ചെയ്തു. റഹ്മാൻ, മിസ്ഫർ, മുസ്തഫ, അഷ്റഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ജിദ്ദയിൽ BRC വോളിബോൾ ടൂർണമെന്റിന് തുടക്കം. ആദ്യ മത്സരത്തിൽ ഡിഫൻഡേഴ്സിനെ 1-2 സെറ്റുകൾക്ക് സ്മാഷേഴ്സ് പരാജയപ്പെടുത്തി. ജരീർ അഹമ്മദ് ആണ് മാൻ ഓഫ് ദി മാച്ച്. രണ്ടാം മത്സരത്തിൽ പേസേഴ്സിനെ ട്വിറ്റേഴ്സ് പരാജയപ്പെടുത്തി. സഞ്ജുവാണ് കളിയിലെ താരം. ഏറെ കോളിളക്കം സൃഷ്ടിച്ച ജസ്ന തിരോധാന കേസിലെ അന്വേഷണം CBI അവസാനിപ്പിച്ചു. ജസ്നയെ കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് കാണിച്ച് പ്രത്യേക CBI കോടതിയിൽ അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചു. നുണപരിശോധന നടത്തിയവർക്കുൾപ്പെടെ കേസുമായി ബന്ധമില്ലെന്ന് കണ്ടെത്തിയതായും റിപ്പോർട്ടിലുണ്ട്. കേരളം ഏറെ ആകാംക്ഷയോടെ നോക്കിക്കണ്ട അന്വേഷണമായിരുന്നു ജസ്ന തിരോധാന കേസ്. ലോക്കൽ പോലീസ് മുതൽ CBI വരെ അന്വേഷിച്ചിട്ടും ജസ്ന ഇപ്പോഴും കാണാമറയത്ത് തുടരുകയാണ്. CBI അന്വേഷണത്തിലെങ്കിലും ജസ്നയെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു. ജസ്നയെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും വിദേശത്തും ഉൾപ്പെടെ കണ്ടുവെന്ന അവകാശവാദങ്ങളും ഇതിനിടെ ഉണ്ടായി. എന്നാൽ ഈ വിവരങ്ങളൊന്നും അന്വേഷണത്തിൽ CBIക്ക് ശരിയെന്ന് കണ്ടെത്താനായില്ല. 2018 മാർച്ച് 22-ന് വീട്ടിൽ നിന്നും മുണ്ടക്കയത്തെ ബന്ധുവീട്ടിലേക്ക് പോകും വഴിയായിരുന്നു ജസ്നയുടെ തിരോധാനം. ക്രൈംബ്രാഞ്ച് അടക്കം കേരള പോലീസിന്റെ നിരവധി സംഘങ്ങൾ അന്വേഷണം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. കേസ് CBIക്ക് കൈമാറാൻ 2021 ഫെബ്രുവരിയിൽ ഹൈക്കോടതി ഉത്തരവിട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് CBI അന്വേഷിച്ചത്. കേസ് അന്വേഷണത്തിന് നേതൃത്വം കൊടുത്ത ടോമിൻ ജെ തച്ചങ്കരിയും SP ആയിരുന്ന KG സൈമണൊക്കെ CBIക്ക് മൊഴി നൽകിയിരുന്നു. കേസ് അന്വേഷണത്തിൽ പ്രത്യേകിച്ചൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല എന്നതായിരുന്നു ഇരുവരുടെയും മൊഴി. ജസ്ന തിരോധാനത്തിന് അന്തർസംസ്ഥാന ബന്ധമുണ്ടെന്ന് കരുതുന്നതായി CBI കോടതിയിൽ പറഞ്ഞു. CBI അന്വേഷണം ഏറ്റെടുത്തതോടെ ഏറെ പ്രതീക്ഷയിലായിരുന്നു ജസ്നയുടെ ബന്ധുക്കളും നാട്ടുകാരും. ഒടുവിൽ അതേ CBI സംഘം തന്നെ കോടതിയിൽ പറയുന്നത് ജസ്നയെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ ഒരു തുമ്പുപോലും ലഭിക്കുന്നില്ല എന്നതാണ്. അപ്പോഴും സാധാരണക്കാർ ഉൾപ്പെടെ ചോദിക്കുന്നത് ജസ്ന ജീവിച്ചിരിപ്പുണ്ടോ അതോ കൊല്ലപ്പെട്ടോ എന്നാണ്. ഇന്റർപോളിന്റെ നോട്ടീസ് സജീവമാണെന്നും താൽക്കാലികമായി മാത്രമാണ് അന്വേഷണം നിർത്തിവെക്കുന്നതെന്നുമാണ് CBIയുടെ അവകാശവാദം. 24 കൊച്ചി.
ജസ്ന തിരോധാനത്തിൽ ലോക്കൽ പോലീസിന്റെ അന്വേഷണം തുടക്കം മുതലേ പാളിയെന്ന് ജസ്നയുടെ പിതാവ് ജെയിംസ് ജോസഫ്. കൂടുതൽ തെളിവ് ലഭിച്ചാൽ അന്വേഷണം തുടരുമെന്ന് CBI ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി അറിയിച്ചു. താനും ജസ്നയുടെ സഹപാഠിയും നുണപരിശോധനയ്ക്ക് വിധേയരായി. സത്യം തെളിയാൻ ഏതറ്റം വരെയും പോകുമെന്നും പിതാവ് 24-നോട് പറഞ്ഞു. ജസ്ന തിരോധാനത്തിൽ CBIയുടെ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. തുടരന്വേഷണത്തിന് സാധ്യമല്ല എന്നാണ് ആ റിപ്പോർട്ട് പറയുന്നത്. ജസ്നയുടെ പിതാവ് ജെയ്സൺ ജോസഫ് നമ്മോടൊപ്പം ചേരുന്നു. CBI രാവിലെ ഇവിടെ വന്നിരുന്നോ? ഓഫീസിൽ വന്നിരുന്നു. എന്നോട് ഇന്നലെ വിളിച്ച് പറഞ്ഞായിരുന്നു. ഇന്ന് രാവിലെ 10 മണിയാകുമ്പോഴത്തേക്കും CBI സാർമാർ ഓഫീസിൽ വരുമെന്ന് പറഞ്ഞു. ഞാൻ 10 മണിയായപ്പോൾ അവിടെ എത്തി. അവരുമായിട്ട് സംസാരിച്ചു. ഇതുവരെ അന്വേഷണം ഏതൊക്കെ വഴികൾ അവർ പോയി ആ വഴികളെല്ലാം എന്നെ വിശദമായി തന്നെ എന്നെ പറഞ്ഞു ബോധ്യപ്പെടുത്തി. അന്വേഷണം അവസാനിപ്പിച്ചതല്ല, ഇനി ഒരു സൂചന അവർ നിരീക്ഷണത്തിലാണ്. ആധാർ വെച്ചൊക്കെ സൂചന ഏതെങ്കിലും കിട്ടുവാണെങ്കിൽ തുടർ അന്വേഷണം ഉണ്ടാകും തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒറ്റ കാര്യം, പിതാവിൻ്റെ മനസ്സിലിപ്പോൾ ഒരു വിഷമം ബാക്കിയുണ്ടോ? ഇതുവരെ നമുക്ക് ഫലം കിട്ടിയില്ലല്ലോ. ഫലം കിട്ടിയില്ല, ആ ഒരു വേദനയുണ്ട്. പക്ഷേ നമ്മുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു വീഴ്ച ഇല്ല എന്നുള്ളത് ബോധ്യപ്പെടുത്തുന്ന സമൂഹത്തിന് ബാധ്യത ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളിലേക്കൊക്കെ പോയത്. സ്വാഭാവികമായിട്ട് ഇത് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഏതറ്റം വരെയും പോയി. പോളിഗ്രാഫ് ടെസ്റ്റിന് വിധേയനായി. പോളിഗ്രാഫ് ചെയ്തു, ബ്രെയിൻ മാപ്പിംഗ് ചെയ്തു. അങ്ങ് മാത്രമാണോ വിധേയനായത്? ഞാനല്ല, മറ്റേ ജസ്നയോട് പഠിച്ച ഒരു സഹപാഠിയുണ്ട്, എബിൻ എന്ന് പറയുന്ന പുള്ളി, പയ്യന് അവനും ഉണ്ടായിരുന്നു. ഇത് വിധേയനായത് CBIയുടെ നിർദ്ദേശപ്രകാരമാണോ അതോ നിങ്ങൾ ഒറ്റയ്ക്കാണോ? സ്വയം ബുദ്ധി, എൻ്റെ സ്വയം തീരുമാനമാണ്. ഞാൻ തന്നെയാണ് ആവശ്യപ്പെട്ടത്. ഏതു വിധത്തിലുള്ള അന്വേഷണത്തിനും തയ്യാറാണെന്ന് ഞാൻ ആദ്യം തന്നെ ഹൈക്കോടതി പറഞ്ഞതാണ്. അപ്പോൾ ഇപ്പോഴാണ് CBIയിലെ സാർമാർ അംഗീകരിച്ചത്. അത് കഴിഞ്ഞ് CJM കോടതി തിരുവനന്തപുരത്ത് നിന്ന് എനിക്ക് ഓർഡർ കിട്ടി. മജിസ്ട്രേറ്റ് ഓർഡർ തന്നു. അത് വെച്ച് ബാംഗ്ലൂർ പോയി ബ്രെയിൻ മാപ്പിങ്ങും പോളിഗ്രാഫിനും വിധേയനായി. ഇപ്പോൾ ഈ പറയുന്ന പോലെ ആ ഘട്ടത്തിൽ അങ്ങ് തന്നെ ആവശ്യപ്പെട്ടത് തന്നെയാണല്ലോ അല്ലേ? അല്ലാതെ എന്നായിരുന്നു ഇത് നടന്നത്? 21-ാം തീയതി, ഈ ഡിസംബർ 21-ാം തീയതിയും 17-ാം തീയതി, 17-ാം തീയതി 21-ാം തീയതി. ഈ റിപ്പോർട്ട് കൂടി പരിഗണിച്ചായിരിക്കും ഇനി മറ്റു തരത്തിലുള്ള ഒരു നടപടിയും ഇല്ല, ഇനി ഞങ്ങൾക്ക് മറ്റു അന്വേഷിക്കാൻ മാർഗമില്ല എന്നവർ പറഞ്ഞിട്ടുണ്ടാവും? തീർച്ചയായിട്ടും അത് വെച്ചായിരിക്കും. ഈ അന്വേഷണത്തിൽ സ്വാഭാവികമായിട്ട് അങ്ങേക്ക് ആരെയാണ് പഴിക്കാനുള്ളത് തുടക്കം മുതൽ? ലോക്കൽ പോലീസിനെ മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതായത് ജസ്ന തിരോധാനം ഉണ്ടായ അന്ന് മുതൽ ഞാൻ എരുമേലി പോലീസ് സ്റ്റേഷനിൽ പോയായിരുന്നു. ആ സമയത്ത് അവർ പറഞ്ഞത് എരുമേലി അല്ല, വെച്ചോറയാണ് നിങ്ങൾ താമസിക്കുന്നത്, അവിടെ പരാതി കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം പറഞ്ഞു, പിന്നെ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലൊക്കെ ഒരു മെസ്സേജ് കൊടുക്കുന്നതല്ലായിരിക്കും സാർ എന്ന് ഞാൻ അവിടെ വീണ് പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ വെച്ചോറ പോലീസ് സ്റ്റേഷനിൽ ഞാൻ കൊണ്ട് പരാതി കൊടുത്തു. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.